എന്തോ ചെയ്യാനാ, ഓരോ ദിവസം ഓരോ വയ്യാവേലികള്, ഓരോ വിഷയങ്ങൾ, എന്തോ ചെയ്യുന്നു. ഞാൻ മാമനോട് പറയുന്ന ഡയലോഗല്ലേ. എന്റെ മാമനൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഞാനും എന്റെ ഭാര്യയും കൂടെ ഹണിമൂണിന് വേണ്ടിട്ട് ഹൈദരാബാദിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ മാമൻ എന്തോട് പറഞ്ഞത്, മക്കളെ ഒറ്റക്ക് കാർ ഓടിച്ചോണ്ട് പോകരുത്, ഒറ്റക്ക് പോകുന്ന അപകടമാണ്, അതുകൊണ്ട് കൂടെ വണ്ടി ഓടിക്കാൻ ഞാൻ വരാം എന്ന് പറഞ്ഞാണ് മാമൻ വന്നത്. എന്റെ പൊന്നു ദൈവമേ, ഹൈദരാബാദിലോട്ട് വണ്ടി എടുത്ത് ചുരവങ്ങ് കയറിയപ്പോഴത്തേക്ക് വണ്ടിക്ക് ഒരു വലിവുമില്ല. മാമനാണ് കാറിനകത്തിരുന്ന് ഒടുക്കത്തെ വലിവും. എന്റെ മാമ ഈ വലിവും വെച്ചോട്ട് ഞങ്ങളുടെ കൂടെ കയറി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്റെ കൊച്ചനെ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഒരു മീൻ വിഴിഞ്ഞ തീരാവുന്ന വലിവേ എനിക്കുള്ളു. ഇവിടുത്തെ മീൻ തന്നെ വിഴുങ്ങണം. ഇവിടുത്തെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് 4 ദിവസമായിട്ട് ഞാൻ മാമന്റെ കൂടെ കറങ്ങി കിടക്കുവാണ്. ഭാര്യ റൂമിലാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. ഇവിടെ ഏതോ സേട്ടിന്റെ വീട്ടിൽ വന്നു കഴിയുവാണെന്നുണ്ടെങ്കിൽ മീൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. അവസാനത്തെ വീടാ. ഇവിടുന്ന് കൂടെ മീൻ കിട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. മീൻ കിട്ടണേ. സേട്ടിന്റെ വീടാണെന്ന് പറഞ്ഞ് സേട്ടിനെയും കാണുന്നില്ല. ആരില്ലേ ഇവിടെ? ആരുമില്ലേ? ഞാൻ ജോക്കുട്ടൻ, ഇതെന്റെ മാമൻ. ഞങ്ങളങ്ങ് കേരളത്തിലായിരുന്നു. കേരളത്തിൽ നിന്ന് കറങ്ങി വരുവാ. എന്താ കാര്യം പറഞ്ഞോളൂ, എന്താണ് കാര്യം പറഞ്ഞോളൂ. ആര്യമെന്നു പറഞ്ഞാലേ അമ്മാവന് ഈ വലിവിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വലിവുണ്ടാ? അത് ശരി. അത് എപ്പോഴാണ് വലിവ് തുടങ്ങിയത്? എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 അല്ല 16 തോന്നുന്നു. 2015 അല്ലടാ 16 2015 പറഞ്ഞു വലിക്കല്ല. ഇത് വലിവ് എപ്പോഴാന്ന് പറ. വലിവ് എപ്പോഴാന്ന് പറ. അല്ല വലിവ് എപ്പോഴാണ് 2015 ഞങ്ങൾ രണ്ടുപേരും കൂടെ ജംബോ സർക്കസ് കാണാം. ഓക്കെ, വളയത്തിൽ കൂടെ പെണ്ണുങ്ങൾ ചാടുമ്പോ അതെ, അത് കണ്ടപ്പോഴത്തേക്കാണ് അമ്മൻ ആദ്യമായിട്ട് വലിവ് വന്നു. അവിടെ അങ്ങനെ ഇരുന്ന് രണ്ടാമത്തെ വലിവ് എവിടെയായിരുന്നു? പറഞ്ഞുകഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ മറൈൻ എക്സ്പോ 2028 മറൈൻ എക്സ്പോ നടന്നു. മറൈൻ എക്സ്പോ മനസ്സിലായില്ല. എല്ലാം കൂടെ വെച്ചിട്ട് മീനെ എല്ലാം കൂടെ കാണാനായിട്ട് പോകത്തില്ല. കാണാൻ പറയുമ്പോ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ അക്വേറിയത്തിനകത്ത് നമ്മുടെ ഈ മത്സ്യകന്യക മത്സ്യകന്യക ഇങ്ങനെ കറങ്ങി വന്നിട്ട് മാമനെ നോക്കിട്ട് ഒറ്റ ലവ് ഇടല്. അവിടെ വലിവ് എന്തോ മനുഷ്യത്. ഏതെങ്കിലും മത്സ്യകന്യ ലവ് ഇടുമ്പോ അവിടെ പോയി നോയിക്കൊണ്ടിരിക്കാതെ പിടിക്കാൻ വേണ്ടി ആവശ്യം എന്താ മനുഷ്യൻ? നിങ്ങൾ ഈ പെണ്ണുങ്ങൾ പല രീതിയിൽ ലവ് ഇടാനൊക്കെ വരും. നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നത്? നമ്മൾ ആളുകൾ സൂക്ഷിക്കണ്ടേ? നമ്മൾ കേട്ടോ, ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോകല്ലോ. കുഴപ്പമില്ല. അതിനുശേഷം പിന്നെ മാമൻ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഈ ഹൈദരാബാദിലോട്ട് ഇങ്ങോട്ട് വന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടു. നല്ല കാര്യം. ഞാനും എന്റെ ഭാര്യയും കൂടെ ഹണിമൂൺ ആഘോഷിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നല്ല കാര്യം. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ വന്നപ്പോ തന്നെ ഞങ്ങൾ ഒരു AC റൂം അങ്ങ് എടുത്തു. പിന്നെ AC വേണം, ഹണിമൂൺ അല്ല. അതെ, AC റൂം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവള് പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു പ്രത്യേകതരം നൈറ്റ് കിട്ടും. നൈറ്റ് കിട്ടും. അതായത് ഒരു നമ്മുടെ സിൽക്ക് നൈറ്റ് ഇവിടെ ഒരുപാടുണ്ട്. അങ്ങനെ സിൽക്ക് നൈറ്റ് കിട്ടിയപ്പോ കാലോട്ട് ഉറച്ചോട്ട് നിൽക്കും അവിടെ. മനസ്സിലായോ? എന്താ സംഭവം മനുഷ്യ? എന്താ ഡയലോഗ് കയ്യിൽ നിന്ന് പോകുമ്പോ വായിന്നിടാനാണ് പറഞ്ഞത്. കാലിട്ട് എന്താ സംഭവം? അപ്പൊ ഇവിടെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഞാൻ സിൽക്ക് നൈറ്റ് വാങ്ങി. അപ്പൊ ഈ ഹൈദരാബാദിൽ ഒരു പ്രത്യേകതരം ബന്ദിപ്പൂ ഉണ്ടല്ലോ. ബന്ദിപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് 1.5 കിലോമീറ്റർ ദൂരെ നിന്നാ ഈ ബന്ദിപ്പൂവിന്റെ മണം കിട്ടും. എനിക്കറിയാം. സത്യം പറഞ്ഞ് ഈ ബന്ദിപ്പൂ ഒക്കെ തലേ വെക്കാൻ വേണമെന്ന് പറഞ്ഞു. വേണം. അങ്ങനെ ഞാൻ ഈ പിങ്ക് കളറിലെ സിൽക്ക് നൈറ്റിയും ബന്ദിപ്പൂവും ഞാൻ ഒരു നിമിഷം. ഇന്ന് മീനൊന്നും ഇല്ല കേട്ടാ, ഇന്നൊന്നുമില്ല, പൊക്കോ. അതില്ലെങ്കിലേ ആവശ്യമില്ലാതെ ഇവിടെ മീൻ കച്ചവടം നടക്കുന്ന പറഞ്ഞ ആൾക്കാർ വരും. ഇവിടെ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ അത് കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ നമ്മൾ. അങ്ങനെ ഞാൻ നേരെ റൂമിനകത്തോട്ട് വന്ന് ഇവള് നേരെ പോയി ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് വന്നു. ഞാൻ നേരെ വാതിലിന്റെ കുറ്റിയും കുട്ടിയിട്ട് എന്നിട്ട് ഞാൻ നേരെ വാതിലിന്റെ കുറ്റി. ജമന്തിപ്പൂ തല ഉണ്ടോ? കുറ്റിയിട്ടിട്ട് ജമന്തിപ്പൂ തല ഉണ്ടോ? ജമന്തിപ്പൂ തലയുണ്ട്. കുറ്റിയിട്ടിട്ട് ഞാൻ നേരെ ഇങ്ങനെ കുറ്റിയിട്ടോണ്ടിരുന്ന അങ്ങനെ കുറ്റിയിട്ടിട്ട് എന്താണ് പറ. ഇവിടെ വന്ന് ജമന്തിപ്പൂ മേടിച്ചില്ല നിങ്ങൾ? സിൽക്ക് ഡ്രസ് മേടിച്ചില്ല ഇവിടെ വന്ന്? കുറ്റിയിട്ടിട്ട് എന്താന്ന് പറ. കുറ്റിയിട്ടിട്ട് നിന്നപ്പോഴല്ലേ ഈ മാമൻ കഥകി വന്ന് പടവോ എന്ന് പറഞ്ഞ് മുട്ടിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ്? ഒരു ഭാര്യ ഭർത്താവും കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി കഥവ കൂട്ടിയിട്ട് മുട്ടേണ്ട കാര്യം എന്താണ്? എന്തിനാ മുട്ടുന്നത്? ബാക്കിയുള്ളവർ ഇങ്ങനെ ബുദ്ധിമുട്ടില്ല. അത് സംഭവം പറഞ്ഞ മാമന് ഭയങ്കര ശ്വാസം മുട്ടാണല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ അവളോട് പറഞ്ഞു, മക്കളെ എന്തായാലും മാമന് ശ്വാസം മുട്ടാണ്, രാത്രി സമയമാണ്, അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും, നീ റൂമിനകത്ത് തന്നെ കഥ കടച്ച് കിടന്നോ, ഞാൻ പോയി മാമന്റെ കൂടെ കിടക്കാന്ന്. മാമന്റെ കൂടെ കിടന്നു. എന്നാ പിന്നെ ആ സിൽക്ക് ആ മാക്സിയും കൂടെ ഇട്ടിട്ട് ആ ജമന്തിപ്പൂവും തല വെച്ച് പോയി കിടക്കാത്ത. അല്ല അത് പിന്നെ മാമൻ സംഭവം പറഞ്ഞ് രാത്രി മാത്രമാണ് ഈ മാമന് വലിവ് വന്നോണ്ടിരിക്കുന്നത്. പകലില്ല വലിവ്. പകൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് ഹൈദരാബാദി ബിരിയാണി കഴിക്കണോ? ഹൈദരാബാദ് ബിരിയാണി കഴിക്കണം. ഞാൻ നേരെ അവളുമായിട്ട് ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വേണ്ടി ചെന്ന് ഞങ്ങൾ 2 ബിരിയാണി കഴിച്ച് ഇയാൾ 4 ബിരിയാണി. ഓക്കെ. ഈ സമയത്ത് ബില്ലും കൊണ്ടുവന്നു.
അപ്പോ ഒരു വലിവുണ്ടായിരുന്നു. അത് നമുക്ക് ഈ വലിവിന്റെ പ്രശ്നമല്ല, പിന്നെ അത് ഒരുവിധം പണക്കാരിലെല്ലാം ഉള്ള വലിവാണ്. അതായത് ഇതിനെ ഉള്ള വലിവെന്ന് പറയും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എച്ചിത്തൽ, അല്ലാതെ അതിനപ്പുറം അത് ഇതുമായിട്ട് ക്ലബ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഇതുമായിട്ട് ക്ലബ് ചെയ്യേണ്ട കാര്യമില്ല. സമയമില്ല, എനിക്ക് മീൻ തന്നിട്ട് ഞാൻ വിഴുങ്ങി. അല്ല, നമുക്ക് ഏത് മീനാണ് നിങ്ങൾക്ക് വേണ്ട? മീൻ ഏതാണ്? അല്ല, ഏതാന്ന് പറഞ്ഞ ഇവിടെ ഉള്ള മീൻ ഞാൻ ഓപ്ഷൻ കാണിച്ചു തരാം. അതായത് നോക്ക്, ആ കാണുന്നത് 20,000 രൂപയുടെ മീനാണ്. ആദ്യം കാണുന്ന മീൻ 20,000 രൂപയാണ്. രണ്ടാമത് കാണുന്നത് 40,000 രൂപയുടെ മീനാണ്. മൂന്നാമത് കാണുന്നത് 60,000 രൂപയുടെ മീനാണ്. 60,000 രൂപ. അതിന്റെ പുറത്ത് ചെറിയ പൊതി ഇരിക്കുന്നത് അത് 200 രൂപയുടെ മീനാണ്. അത് കൊടുത്താ? അല്ല, അത് കൊടുക്കാനുള്ളതല്ല, അത് എനിക്ക് കറിവെച്ച് കൂട്ടാനുള്ളതാണ്. അത് ഉച്ചയ്ക്ക് ഞാൻ പിന്നെ മീൻകറി ഇല്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അല്ല, അത് വേണം. നല്ല ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വില നമ്മൾ മീൻ മേടിക്കുന്നത്, ഇതിനെന്തെങ്കിലും ഔഷധ ഗുണങ്ങൾ ഔഷധ ഗുണങ്ങളുണ്ട്. ഔഷധ ഗുണങ്ങളുണ്ട്. പിന്നെ 1001 ഔഷധ സസ്യങ്ങളിട്ടാണ് ഈ അക്വാറിയത്തിൽ മീൻ വളർത്തുന്നത്. 1001 ഔഷധ സസ്യങ്ങളിട്ട് അക്വാറിയത്തിലാണ് മീൻ ഇടുന്നത്. എനിക്ക് വലുവ് മാത്രമല്ല, ചെവി പൊട്ടൊന്നുമില്ല, ഞാൻ കേട്ടു. അല്ല, ഈ 1001 ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാ? 1001 ഔഷധ സസ്യങ്ങൾ. 501 ദോശ, 501 ഞവരപ്പച്ച, ഒരു കറിവേപ്പില. തുളസി. അപ്പൊ ഈ 1000 ഇതില്ലേ? ഉള്ള ഔഷധ സസ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. സമയങ്ങളുണ്ടെങ്കിൽ മീൻ എടുത്ത് തന്നിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഇതിപ്പോ എങ്ങനത്തെ മീനാണ് ഇവിടെ കൊടുക്കണമെന്ന് അറിയണ്ട. ഇത് കഴിച്ചാൽ എന്തെങ്കിലും പറ്റുമോ? ആരെങ്കിലും ഒന്നും മനുഷ്യ ഇവിടെ ആദ്യമായിട്ട് മീൻ കഴിച്ച ആരാന്നറിയാം? ഹൈദരാബാദ് ചീഫ് മിനിസ്റ്റർ 1 മിസ്റ്റർ പട്ടേൽ. പട്ടേൽ ഇവിടെ വന്ന് ഫസ്റ്റ് കഴിച്ച ചീഫ് മിനിസ്റ്റർ 1 മിസ്റ്റർ പട്ടേൽ. നീ അങ്ങനെ പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ ആയിക്കളയോ? കഴിച്ച ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ വല്ലതും വന്ന് മീൻ വിഴുങ്ങാൻ വന്നിട്ടുണ്ടോ? ഒരിക്കലും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഞാൻ ഇവിടെ മീൻ വിഴുങ്ങാൻ കൊടുക്കില്ല. ആദ്യം ഇവിടെ വന്ന് മീൻ വിഴുങ്ങാൻ വേണ്ടി കുറച്ച് ടീം വന്നു. ഞാനൊന്ന് ഫോൺ ചെയ്യാൻ പോയ സമയത്തുള്ള മീൻ എല്ലാം കൂടെ പിടിച്ച് ഒരുമിച്ച് വിഴുങ്ങിട്ടാണ്. ഇതുപോലെ ഒരുമിച്ച് വിഴുങ്ങാൻ പറ്റിയ ഒരു ടീം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിർത്തി. പിന്നെ അവസാനം ഇവിടെ മീനില്ലാഞ്ഞിട്ട് ശാസ്താംകോട്ട കായല്, ശുദ്ധജല തടാകം, അവിടെ പോയി ചൂണ്ടിട്ടാ ഞാൻ മീൻ പിടിച്ചോണ്ട്. ശാസ്താംകോട്ട കായല? മനസ്സിലായ? അതാണ് ഈ സാധനത്തിന് ഇത്ര വില വരുന്നത്. നമുക്ക് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. വേണം മീൻ വേണം. നമുക്ക് 20,000 മീൻ കഴിച്ചു കഴിഞ്ഞാല് നമുക്കൊരു 6 മാസത്തേക്ക് വലുവ് വരില്ല. 6 മാസത്തേക്ക് വരില്ല. 40,000 കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരു കൊല്ലത്തേക്ക് വലുവ് വരത്തില്ല. അത് കഴിഞ്ഞിട്ട് 60,000 കഴിച്ചു കഴിഞ്ഞാല് ആജീവനാന്തം ഇല്ലാതിരിക്കും. ആജീവനാന്തം ഇത് മതി. പിന്നെ 60,000 മതി. അങ്ങനെയാണ് ഒരു കാര്യം. 60,000 പുള്ളിക്ക് കൊടുക്കും. അല്ല, വേണ്ട, 20,000 മതി. എന്റെ മാമ 60,000 കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ആജീവനാകാന്ത കാലം നിങ്ങൾക്ക് അലിവില്ല. പിന്നെ വേണ്ട, എനിക്ക് 20,000 മീൻ വിഴുങ്ങിയാൽ മതി. അല്ല, നിങ്ങൾക്ക് എന്താണ് 20,000 മീൻ പിടിക്കാൻ നിങ്ങൾ പറയേണ്ട കാര്യം എന്താ? അത് 60,000 കഴിക്കോ? ഈ 6 മാസം കഴിഞ്ഞ് അവന്റെ അനിയന്റെ കല്യാണമാണ്. അപ്പൊ അവർ ഇവിടെ ഹണിമൂണിന് വരും. അപ്പൊ അവരോട് എനിക്ക് ഇവിടെ വരാം. കറക്റ്റ് എനിക്ക് വഴി അറിയാം. ഞാൻ വന്ന് വിഴുങ്ങിക്കൊള്ളാം അടുത്ത മീൻ. എനിക്കറിഞ്ഞൂടാ. എനിക്ക് ആ മീൻ മതിയെന്ന്. ഫോൺ ബെല്ലടിക്കുന്നു. എന്റെ വൈഫ് വിളിക്കുന്നു. ഇതല്ലേ? ഹലോ ഹലോ മോളെ പറഞ്ഞോ മോളെ. ചേട്ടാ ഇത് എവിടെയാ? അയ്യോ എടി മോളെ, ഞാനിപ്പോ മാമനുമായിട്ട് മീൻ മെഴുകാനായിട്ട് ഇവിടെ നിൽക്കുവാടി മോളെ. ഏതു നേരവും മാമൻ 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 എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? അയ്യോ മോളെ, ഞാൻ അങ്ങോട്ട് വരാടി. എന്തായാലും മാമന്റെ കാര്യമായി പോലെ ഇന്നത്തോടു കൂടി ഈ മാമന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. ചേട്ടാ വരുമ്പോ ബന്ദിപ്പൂ മേടിച്ചോണ്ട് വരാൻ മറക്കല്ലേ. ബന്ദിപ്പൂ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. വെച്ചോ. നിങ്ങൾ ഒറ്റൊരുത്തം കാരണമാണ് ഈ പുറത്ത് വഴക്കുറഞ്ഞ. എന്തിനാണ്? ആരായാലും ഈ സൗണ്ട് കേട്ടാ ഒരു വലി വലിക്കും. സൗണ്ട് കേട്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ പഥ്യം എങ്ങനെയാണ്? പഥ്യം അറിയോ? പഥ്യം അറിയോ? എനിക്കറിയാം. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമേഴി കോണുകളിൽ സ്വപ്നം മയങ്ങി. പത്തിക്ക് എറിഞ്ഞു കൊടുക്കാൻ ആരുമില്ല. പത്യം അറിയാന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ പറയേണ്ടത്. പത്യം എന്ന് പറഞ്ഞാൽ ഇതിന് ചിട്ടകളില്ലേ? ചിട്ടകളുണ്ട്. ഇത് ഈ മീൻ കഴിച്ചു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന 4 മരങ്ങളുണ്ടല്ലോ, ആ മരങ്ങൾ മുറിച്ച് കളയണം. അതെന്തിനാ മരം മുറിക്കുന്നത്? അതാണ് നമ്മുടെ ശരീരം വീർക്കണം. ശരീരം വീർക്കണമെങ്കിൽ 5 കിലോമീറ്റർ ഓടിയാ പോരെ 4 മരം മുറിക്കണമെന്ന്. എന്തിന് ശരീരം വീർക്കണമെന്നുണ്ടെങ്കിൽ 5 കിലോമീറ്റർ ഓടിയാ മതി. 5 കിലോമീറ്റർ ഓടിയാ പോരെ 4 മരം മുറിക്കണമെന്ന്. ഈ 4 മരം മുറിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഇവിടെ മരം മുറിക്കാൻ ആളെ കിട്ടാനില്ല. പത്യത്തിന്റെ വീട്ടിലൊക്കെ നടക്കട്ടെ. ഇത് നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇത് കൊടു. ഇപ്പൊ എത്രയാ പറഞ്ഞത്? 20,000. സ്കാനർ ഇതല്ലേ? ഇപ്പൊ ചെയ്യും. ഇട്ടിട്ടുണ്ട്. ഇടുവാണേ. നിങ്ങൾ അക്കൗണ്ട് മാടലും 20,000 രൂപ ക്രെഡിറ്റിലും ഇതെന്താ സംഭവം? കേരളത്തിലെ മമ്മൂക്കല്ലേ? അതെ. ഇവിടെ ബാലകയാണ്. അല്ല, ഈ അവസാനം അപ്പൊ ഇടി വന്നത് എന്തിനാണ്? ഈ ബാലയ്ക്ക് വെടിയും പുകയൊക്കെ വേണം.
എങ്കിലും പറയത്തുള്ളൂ. അങ്ങനെ പറയത്തുള്ളൂ. എന്തോ കഷ്ടമാന്ന് ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കും. മീനെടുത്ത് കൊടു. ഓ എന്റെ പൊന്നെ, ഇതോടുകൂടി ഒന്ന് മാറിയാ മതിയായിരുന്നു. ഓക്കെ അല്ലേ? പ്രാർത്ഥിച്ച് കഴിച്ചോളൂ കേട്ടോ. അപ്പൊ ഒരു പിടിച്ചോ, ശ്ലോകമുണ്ട്. അപ്പോ ശ്ലോകം പറയുന്നതിന് മുമ്പ് ചവച്ചരത്ത് നിന്ന് മിനുങ്ങേണ്ട സാധനം. നിങ്ങൾ എന്തിനാണ് ചവച്ചരത്ത് നല്ല രസമുണ്ട്. ചവച്ചരത്ത് കഴിക്കുന്നത് മിനുങ്ങേണ്ട സാധനമല്ലേ? ഇങ്ങനെ വലവ് മാറാൻ വേണ്ടി. എന്റെ മാമ അയാള് തന്നത് മീനാണ്, അല്ലാതെ മുറുക്കാനല്ല വായിട്ട് ചവക്കാനായിട്ട്. നിങ്ങൾ എന്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വായി വെച്ച് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മീനെടുത്ത് തിരിയാണ് ചേട്ടത്. നിങ്ങൾ എന്താ ഞാനിവിടെ വീട്ടിലെ ഊണും നടത്തുവാണ്. വീട്ടിലെ ഊണ് ഹോട്ടൽ നടത്തുവാണ് ആണോ? ഒരു മീനോട് തരുമായിരിക്കും. ഒരു മീനും കൂടെ തന്നിട്ട് ഇപ്പൊ എത്ര രൂപ? പൈസയാവും നിങ്ങൾക്ക്. ഇനി എത്രയോ? 20,000. അത് 60,000 വേണം. എന്റെ ദൈവമേ, മാമ ഇനി 10 പൈസ ഞാൻ തരത്തില്ല. ഇയാൾക്ക് വേണ്ടി ഇനി 10 പൈസ ഞാൻ മുടക്കത്തില്ല. 10 പൈസ എനിക്ക് വേണ്ടി മുടക്കത്തില്ല. ഇല്ല. നിന്റെ ഓരോ അമ്മാവനല്ലടാ ഞാൻ. നിങ്ങളിത് കേക്കണം. എന്താ ഇവന്റെ ചെറുതിലെ അംഗനവാടി കൊണ്ടുപോകണം. എങ്ങനെയെന്ന് അറിയാമോ? ഞാൻ തോളി വെച്ച് കാടും മലയും താനെയാണ് അംഗനവാടി കൊണ്ടാക്കുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ തോളി വെച്ച് കാടും മലയും താനെയാണ് ഞാൻ എന്റെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. എന്തിനേറെ പറയുന്നു, കോളേജിൽ പഠിച്ചപ്പോഴും എന്റെ തോളി ഇരുത്തി കാടും മലയും താനെയാണ് അവരെ കോളേജിൽ നിങ്ങൾ എവരെ തോളി എടുക്കാൻ പോയ സമയത്ത് ആ ശബരിമല പോയി തോളി എടുക്കാത്ത എന്താ? പണം കിട്ടിയാലോ പുണ്യം കിട്ടിയാലോ എല്ലാം ഒരു കാളെ പിടിച്ച് തോളി വെക്കേണ്ട കാര്യം എന്തോ? അതിന്റെ ആവശ്യം എന്തോ? ഒരു മനുഷ്യൻ വലിയ എന്തെങ്കിലും ആദാന ഭാഗമല്ലേ തീർക്കാൻ? 60,000 രൂപ വേണം. 60,000 രൂപ വേണം. 60,000 രൂപ ഇട്ട് കാര്യം ഓക്കെ. 60,000 ഒരു കാര്യം ചെയ്യാം. 60,000 രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്യുവാണ്. 60,000 രൂപ. 60,000 അതല്ല, നിങ്ങൾ അക്കൗണ്ട് ಮಾಡಿಲು 60,000 രൂപ ക്രെഡിറ്റിലു നന്നിലു ഞാൻ എടുത്തോണ്ട് വരാം. മാമ 60,000 രൂപ ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നത്. നേരത്തെ 20,000 എന്റെ ഈ കൊടുക്കാൻ എനിക്ക് കാശില്ല. മനസ്സിലായില്ല? ഇത് കിട്ടിയവരുടെ അടുത്ത് ചവച്ച് വിടുകരുത്. ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ മീൻ വായു വെച്ചപ്പോ തന്നെ ഭയങ്കര ടേസ്റ്റ് എന്ന്. കുരുമുളകും കുടമ്പുളിയില്ലേ, അതിന്റെ ഒരു രുചി നാക്കിലോട്ടം. പിന്നെ ഞാൻ ഇത്രയും വയസ്സായി ഇതേ കണക്ക് ടേസ്റ്റ് ഉള്ള ഒരു മീൻ ഞാൻ കഴിച്ചിട്ടില്ലെന്ന്. അല്ല, നെമ്മീന്റെ അത്ര ടേസ്റ്റ് ഒന്നും നെമ്മീനൊന്നും അല്ലെന്ന്. സൂപ്പർ ടേസ്റ്റ്, നാക്കിൽ വെച്ച അരുവ പോലെ അലിയുന്നു. അപ്പൊ നമ്മൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പിടിച്ചോ നിങ്ങൾ പിടിച്ചോ. അത് കൊടുത്താലേ നിങ്ങളൊന്ന് പിടിച്ചു. ഞാൻ ശ്ലോകം പറഞ്ഞിട്ട് മാത്രം. ഓക്കെ, ശ്ലോകം പറഞ്ഞിട്ട് മാത്രം. മത്സാരത്താഴ്ത്ത മൽത്തേ ചേർത്ത വൽത്താൽ വർത്ത എന്താ കാണിച്ചത്? നിങ്ങൾ ഇയാൾക്ക് കൊടുക്കാറില്ല. നിങ്ങളോട് ചവക്കാണ് ചെയ്യുന്നത്. ഇയാളല്ല കഴിക്കേണ്ടത്, രോഗിയല്ല കഴിക്കേണ്ടത്, പേറ്റല്ല കഴിക്കേണ്ടത്. നീ എന്ത് കഴിച്ചത്? സ്വർഗം മാമ, സ്വർഗം. മാമൻ പറഞ്ഞത് കറക്റ്റ്. കിടിലൻ സാധനം. 60,000 രൂപ പോയിട്ട് ഇത്ര നല്ലൊരു സാധനം ഞാൻ കഴിക്കാതെ എന്റെ വരും പേഷ്യന്റ് കഴിക്കുന്ന സാധനം. പേഷ്യന്റ് കഴിക്കേണ്ട സാധനമാണെന്നുണ്ട്. ഇത്ര ഈ 60,000 രൂപ കൊടുത്ത് ഞാൻ പല വില കൊടുത്ത് മീൻ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷെ 60,000 രൂപ കൊച്ചു മീനാണെങ്കിൽ എന്നാ ടേസ്റ്റാ. കറക്റ്റാ കുടംപുള്ളിയുടെ ഇത് കറക്റ്റായിട്ട് അറിയാം. വലി പോണെന്നുണ്ടെ പുള്ളിയുടെ ഇനിയും മീൻ ഇരിക്കുമല്ലേ അതിനകത്ത്? ഇന്ന് മീനില്ല. 4 മണി കഴിഞ്ഞ് ഇന്ന് മീനില്ല. 4 മണി കഴിഞ്ഞാൽ മീനില്ല. അയ്യോ, എനിക്ക് മീൻ വേണം. വരും മാറണം. ഇന്ന് 4 മണി കഴിഞ്ഞാൽ മീനില്ല. ഞാൻ പറഞ്ഞില്ലേ 4 മണി കഴിഞ്ഞ് എന്താ മീനില്ലാത്തത്? 4 മണിക്ക് എനിക്ക് മീൻ വിഴുങ്ങാൻ പോണോന്ന്. എനിക്ക് വലുവുണ്ട്. വലിവുണ്ടോ? പിന്നെ എനിക്ക് വലുവുണ്ട്. നിങ്ങൾ മീനെടുത്ത് പിടിക്കാൻ പോരെ? ഇല്ല ഇല്ല, എനിക്ക് മീൻ വിഴുങ്ങാൻ പോണം. നിങ്ങൾ അക്കൗണ്ട് ಮಾಡಿಲು ಫುಲ್ಲ ಅಮೌಂಟ್ ಪೋಚಿಲು ಕ್ರೆಡಿಟ್ ನನ್ನಿಲು എടാ ബാലയ്യേ,